CPMന്റെ ആസ്ഥാന മന്ദിരം കേരളത്തിലെ AKG സെന്റർ. ആ AKG സെന്ററിന്റെ ഭൂമി പിടിച്ചെടുക്കാനായിട്ട് ഗവർണർ നീക്കം നടത്തുന്നു എന്ന് പറഞ്ഞാലോ? ശരിയാണ്. കാരണം AKG സെന്ററിന് ഇപ്പോൾ 55 സെന്റ് സ്ഥലമുണ്ട്. തിരുവനന്തപുരത്തെ കണ്ണായ സ്ഥലം അറിയാലോ. അതെ, കോടികൾ, മിനിമം ഒരു 100 കോടി രൂപയെങ്കിലും വില വധിക്കുന്ന സ്ഥലം. CPM പാട്ടപ്പിരിവ് നടത്തി ഉണ്ടാക്കിയതല്ല, ആരെങ്കിലും സംഭാവന കൊടുത്തതല്ല, കാശ് കൊടുത്തു മേടിച്ചതല്ല, ചുമ്മാ കിട്ടിയതാണ്. ചുമ്മാ കിട്ടിയെന്ന് മാത്രമല്ല, ഇപ്പോൾ വിവരാവകാശ പ്രകാരം വന്നിരിക്കുന്ന രേഖ അനുസരിച്ച് ഈ സ്ഥലത്തിൻ്റെ ഒരു രേഖയും ജില്ലാ കളക്ടറുടെ പക്കലില്ല, താലൂക്കിലില്ല, വില്ലേജ് ഓഫീസറുടെ പക്കലില്ല. പിന്നെ എങ്ങനെയാണ് 55 സെന്റ് സ്ഥലം സർക്കാർ ഭൂമി, പുറമ്പോക്ക്, റവന്യൂ പുറമ്പോക്ക് എന്ന് പറഞ്ഞ ഭൂമി, അതുകൂടാതെ കേരള സർവകലാശാലയുടെ ഭൂമി CPMന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് കിട്ടിയത്? അവിടെയാണ് ബഹുനില മന്ദിരം ഉണ്ടാക്കി പാർട്ടി പുതിയ ഓഫീസ് ഇപ്പോൾ ഉണ്ടാക്കി. ഇതുവരെ പാർട്ടി പ്രവർത്തിച്ചിരുന്നു. നേതാക്കന്മാർ അതിന് തൊട്ടടുത്ത് സെക്രട്ടേറിയറ്റ് മെമ്പർമാർക്ക് ഫ്ലാറ്റും താമസസൗകര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെ 55 സെന്റ് സ്ഥലം? 55 സെന്റ് സ്ഥലമേ, അതായത് 1/2 ഏക്കറും 5 സെന്റ് സ്ഥലവും തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കിട്ടി. ഇപ്പോൾ നമ്മൾ ഈ VSന്റെ കാലത്ത് ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കാനൊക്കെ നടന്നില്ല. ആദ്യം ബുൾഡോസർ വെക്കേണ്ട AKG സെന്ററിലായിരുന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ. അപ്പോൾ ഏതായാലും ഈ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ നടത്തിയ പോരാട്ടങ്ങളുടെ ഭാഗമായി സർക്കാരിനോട് ചോദിച്ചു, ഈ ഭൂമിയുടെ ഡോക്യുമെൻറ്റ്സ് ചോദിച്ചു. റവന്യൂ പുറമ്പോക്കാണ് അതുകൊണ്ട് റവന്യൂ പുറമ്പോക്കിന് നികുതി അടയ്ക്കണമല്ലോ, സർക്കാരിൻ്റെ ഭൂമിക്ക് സർക്കാർ നികുതി അടയ്ക്കണം. അതുകൊണ്ട് ഇപ്പോഴും റവന്യൂ പുറമ്പോക്കായി കിടക്കുന്നത് കൊണ്ട് AKG സെന്റർ പുറമ്പോക്കിലാണ്, ഭൂനികുതി അടയ്ക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ പുറമ്പോക്ക് തന്നെയാണ്. പുറമ്പോക്കിലാണ് ഇവർ ബഹുനില കെട്ടിടം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പൊ കയ്യേറ്റമല്ലേ അത്? പറയാം, അതിലേക്ക് വരാം. അത് കേട്ടിട്ട് സിനിമ പറഞ്ഞാൽ മതി. അപ്പോൾ മോഹൻ കുന്നുമ്മൽ വൈസ് ചാൻസലർ ആയിട്ട് ഇന്നലെ വ്യാഴാഴ്ച ഗവർണർ ചർച്ച നടത്തി. ഗവർണറെ കാണാനായിട്ട് VC പോയി. ചാൻസലർ കൂടിയായ ഗവർണറെ കാണാൻ പോയപ്പോൾ ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. റിപ്പോർട്ട് തരാൻ, ഇതേക്കുറിച്ച് തനിക്ക് റിപ്പോർട്ട് വേണമെന്ന് VCയോട് ഗവർണർ നിർദ്ദേശം നൽകി. അപ്പോൾ സർക്കാരിൻ്റെ ഭൂമിയിൽ എങ്ങനെ പാർട്ടി ഓഫീസ് ഉണ്ടായി എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണം വരികയാണ്. ഇനി തീർന്നില്ല, ഇനി ഇതിന് ചരിത്രം നോക്കണം. അതായത് 55 സെന്റ് റവന്യൂ ഭൂമിയാണ്, റവന്യൂ പുറമ്പോക്കാണ് CPMന്റെ കയ്യിലുള്ളത്. അവിടെയാണ് അവർ ബഹുനില മന്ദിരം ഉണ്ടാക്കി പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉണ്ടാക്കിയിരിക്കുന്നത്. വലിയ കയ്യേറ്റം നടന്ന് ഒരു രേഖയുമില്ലാതെ പ്രവർത്തിക്കുന്ന ഓഫീസിലാണ് ഇവിടുത്തെ മാധ്യമ സിംഗങ്ങൾ പോയി നേതാക്കന്മാരെ കണ്ട് മൈക്കുമായിട്ട് നിൽക്കുന്നത്. പുറമ്പോക്ക് ഭൂമി കയ്യേറ്റം നടത്തി ഉണ്ടാക്കിയ കെട്ടിടമെന്നാണ് പറയുന്നത്. ഈ AK ആന്റണി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അവർക്കൊരു ഗവേഷണ കേന്ദ്രം നടത്താൻ, EMSന്റെ പേരിൽ ഒരു പഠന ഗവേഷണ റിസർച്ച് സെൻറ്റർ ആരംഭിക്കാൻ വേണ്ടിയിട്ട് ഭൂമി വേണമെന്നൊരു അപേക്ഷ കൊടുത്തു. കോൺഗ്രസ്സുകാരാണേ, ഇവർ കൊല്ലാൻ നടക്കുന്ന കോൺഗ്രസ്സുകാരാ. ആന്റണി 15 സെന്റ് സ്ഥലം കൊടുത്തു. അതുകൂടാതെ ശ്രദ്ധിക്കണം, കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് അവിടുത്തെ ഒരു ഭരണസമിതിയാണ്, നമ്മുടെ MLA പോലെയുള്ള ഒരു ഭരണസമിതി. സിൻഡിക്കേറ്റ് കൂടിയിട്ട് ഒരു പാർട്ടി ഓഫീസിന് 15 സെന്റ് വേറെയും കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ സേവ് ക്യാമ്പയിൻ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ് സമരം നടത്തുന്ന വിദ്യാർത്ഥി സംഘടനകൾ, SFIക്കാർ, DYFIക്കാർ ആലോചിക്കണം. സർവകലാശാലയിൽ രാഷ്ട്രീയം കൊണ്ടുവരുന്നു, CPM കാവ്യ രാഷ്ട്രീയം കൊണ്ടുവരുന്നു ഒക്കെ പറയാണ് ഇവിടെ. സർവകലാശാലയിൽ ചുവപ്പ് രാഷ്ട്രീയം കൊണ്ടുവന്നു മാത്രമല്ല, ചുവപ്പ് രാഷ്ട്രീയത്തിന് വേണ്ടി സർവകലാശാലയുടെ ഭൂമി സിൻഡിക്കേറ്റ് CPMന് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് 15 സെന്റ്. അപ്പോൾ 15 30 സെന്റ് കൊടുക്കാനായിട്ട് സിൻഡിക്കേറ്റും തീരുമാനിച്ചു, AK ആന്റണി തീരുമാനിച്ചു. പക്ഷേ എന്നാൽ ഭൂമി കൈമാറിക്കൊണ്ടുള്ള ഒരു രേഖയും സംസ്ഥാന സർക്കാരോ സിൻഡിക്കേറ്റോ പുറപ്പെടുവിച്ചിട്ടില്ല. തീരുമാനം എടുത്ത ഭൂമിയുണ്ട്, പൊസഷൻ എടുക്കണ്ടേ? പൊസഷൻ എടുത്തിട്ടില്ലാത്തത് കൊണ്ട് ജില്ലാ കളക്ടറുടെ പക്കലോ താലൂക്ക് ഓഫീസിലോ വില്ലേജ് ഓഫീസിലോ ഇത് സംബന്ധിച്ച ഒരു രേഖയില്ല. അതുകൊണ്ട് ഭൂമി ഇങ്ങനെ കിട്ടിയതായിട്ട് രേഖയില്ലാത്തത് കാരണം ഭൂനികുതി അടയ്ക്കുകയും വേണ്ട. കാരണം രേഖയില്ലാത്തത് കൊണ്ട് ഭൂമി ഇപ്പോഴും എന്താണ്? റവന്യൂ പുറമ്പോക്കാണ്. അതുകൊണ്ട് ഭൂനികുതി അടയ്ക്കേണ്ട. എന്നാൽ കോർപ്പറേഷൻ ഉണ്ടല്ലോ, അതായത് ഇപ്പോഴും റവന്യൂ പുറമ്പോക്കിൽ നിർമ്മിച്ച ബഹുനില മന്ദിരമാണ് AKG സെന്റർ. അതിന് കോർപ്പറേഷൻ എന്ത് ചെയ്തറിയോ? തിരുവനന്തപുരം കോർപ്പറേഷൻ ബിൽഡിംഗ് നമ്പർ കൊടുത്തു. ബിൽഡിംഗ് നമ്പർ കിട്ടിയപ്പോൾ വൈദ്യുതി കണക്ഷൻ കിട്ടി, വാട്ടർ കണക്ഷൻ കിട്ടി, ടെലിഫോൺ കണക്ഷൻ കിട്ടി, എല്ലാം കിട്ടി. കാരണം ബിൽഡിംഗ് നമ്പർ കിട്ടി. അപ്പോൾ പുറമ്പോക്ക് പാർട്ടിക്ക് കിട്ടിയതായിട്ട് ഡോക്യുമെൻ്റ് ഇല്ല. എന്നിട്ടും കോർപ്പറേഷൻ കെട്ടിട നമ്പർ കൊടുത്തു. പിന്നെ ബാക്കി
മറ്റ് സർവീസുകൾ, വൈദ്യുതി, വാട്ടർ എല്ലാം കിട്ടി. എന്നിട്ട് എന്ത് ചെയ്തറിയാമോ, എന്നിട്ട് കോർപ്പറേഷനിൽ കൊണ്ടുപോയിട്ട് 10.5 ലക്ഷം രൂപ CPM പ്രോപ്പർട്ടി ടാക്സ് അടച്ചു. പ്രോപ്പർട്ടി ടാക്സ് അടച്ചിട്ട് ഇവർ ഒരു ക്ലെയിം, ഞങ്ങൾ ടാക്സ് അടയ്ക്കുന്ന ഭൂമിയാണെന്ന് വരുന്നത്. പക്ഷേ ഡോക്യുമെൻ്റ് ഇല്ല. AKG സെൻറ്ററിൻ്റെ ആധാരം എവിടെ, പട്ടയം എവിടെ? ഈ ചോദ്യമാണ് സേവ് യൂണിവേഴ്സിറ്റി കമ്പൈൻ കമ്മിറ്റി ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഈ 55 സെൻറ്റ്, പക്ഷേ 30, ഈ 15 ആൻ്റണി കൊടുക്കാൻ തീരുമാനിച്ച 15, യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് കൊടുക്കാൻ കൂടി 15, അപ്പോൾ 30 വരുള്ളൂ. പിന്നെ 25 സെൻറ്റ് ഉണ്ട്. ആ 25 സെൻറ്റ് എന്താ? ആ 25 സെൻറ്റ് കയ്യേറ്റ ഭൂമിയാണ്. അപ്പോൾ സർക്കാർ കൊടുക്കാൻ തീരുമാനിച്ച 15 സെൻറ്റും യൂണിവേഴ്സിറ്റിയുടെ സ്ഥലമാണ്. സിൻഡിക്കേറ്റ് കൊടുക്കാൻ തീരുമാനിച്ച 15 സെൻറ്റും യൂണിവേഴ്സിറ്റിയുടെ സ്ഥലമാണ്. 30 കഴിഞ്ഞിട്ട് ഇപ്പം കൈവശമുള്ള 25 സെൻറ്റും യൂണിവേഴ്സിറ്റിയുടെ സ്ഥലമാണ്. അപ്പോൾ കേരള സർവകലാശാലയുടെ കോടിക്കണക്കിന് രൂപ വില മതിക്കുന്ന 55 സെൻറ്റ് സ്ഥലം ഇപ്പോൾ CPMൻ്റെ അധീനതയിലാണ്. കുറേ കാലമായി കേരളത്തിലെ മാധ്യമങ്ങൾക്കെല്ലാം അറിയാം, സകലർക്കും അറിയാം, നിയമവിരുദ്ധമായി ഒരു രേഖയുമില്ലാതെ മസിൽ പവർ കൊണ്ട് ഞങ്ങൾ ഈ കേരളം ഭരിക്കുന്ന സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയാണ്, അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടിയാണെന്നുള്ളതിൻ്റെ അഹങ്കാരവും ഹുങ്കും ധാർഷ്ട്യവും കൊണ്ട് ഇക്കാലം അത്രയും കൈവശം വെച്ചിരിക്കുകയാണ് AKG സെൻറ്ററിലിരിക്കുന്ന ഭൂമി എന്നാണ് ഇപ്പോൾ വിവരാവകാശ പ്രകാരം പുറത്തു വന്നിരിക്കുന്ന രേഖ. അപ്പോൾ ഇനിയിപ്പോൾ സർക്കാർ ഇത് തീരുമാനിച്ചെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CPM അത് ഉടമസ്ഥാവകാശം നേടണ്ടേ, പ്രോപ്പർട്ടി കയ്യിലെടുക്കണ്ടേ, കയ്യിൽ വാങ്ങണം. അതൊന്നും നടന്നിട്ടില്ല. അതിനുള്ള ഒരു നടപടിയും സ്വീകരിക്കാതെ എങ്ങനെയാണ് AKG സെൻറ്റർ അവിടെ ഉയർന്നു വന്നതെന്ന് ചോദിച്ചാൽ അത് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു അഴിമതിയാണെന്ന് പറയേണ്ടി വരും, അല്ലേ? സർക്കാരിൻ്റെ പുറമ്പോക്ക് ഭൂമി ഒരു രേഖയുമില്ലാതെ അവിടെ നഗ്നമായ ലംഘനം നടത്തി, നിർമ്മാണം നടത്തി, ബഹുനില മന്ദിരമുണ്ടാക്കി, അവിടെ ആളുകൾ താമസിച്ചു. അവിടെ പത്രക്കാരും രാഷ്ട്രീയക്കാരും മന്ത്രിമാരും, ശരിക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാർ AKG സെൻറ്ററിൽ കയറി എത്രയോ മീറ്റിങ്ങുകൾ നടത്തിയിട്ടുണ്ട്, അല്ലേ? അതെ. ശരിക്കും അത് സർക്കാരിൻ്റെ ഭൂമി കട്ടെടുത്തുണ്ടാക്കിയ കെട്ടിടത്തിലാണ് സർക്കാരിൻ്റെ തലവന്മാർ മീറ്റിംഗ് നടന്നിട്ടുള്ളത്. അവരവിടെ താമസിച്ചിട്ടുണ്ട്. എത്ര വലിയ നിയമവിരുദ്ധ പ്രവർത്തനമാണ്. അപ്പോൾ ഗവർണർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, സർവകലാശാല VC സിൻഡിക്കേറ്റിൻ്റെ അടുത്ത യോഗത്തിൽ കേരള സർവകലാശാലയുടെ ഭൂമി CPM കൈവശം വച്ചിരിക്കുന്നതിനെക്കുറിച്ച് സിൻഡിക്കേറ്റിൽ സംസാരിക്കുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. സിൻഡിക്കേറ്റിൽ സംസാരിച്ചതിന് ശേഷം ഗവർണർ ആവശ്യപ്പെട്ട പ്രകാരമുള്ള റിപ്പോർട്ട് കൊടുക്കും. ഈ ഭൂമി സർവകലാശാലയുടേതാണ്, ഒരു നിയമവ്യവസ്ഥയും പാലിക്കാതെ CPM കൈയടക്കി വച്ചിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ട് കൊടുത്താൽ ഗവർണറുടെ അധികാരം ഉപയോഗിച്ച് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇനി ഗവർണർ ഇത് ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾ ഈ CPM നടത്തിയിരിക്കുന്ന നിയമവിരുദ്ധ കയ്യേറ്റത്തിനെതിരെ കോടതിയെ സമീപിക്കും, വേണ്ടി വന്നാൽ സുപ്രീം കോടതി വരെ പോകുമെന്ന് സേവ് യൂണിവേഴ്സിറ്റി കമ്പൈൻ കമ്മിറ്റിയുടെ ചെയർമാൻ RS ശശികുമാർ പറഞ്ഞതായിട്ട് വാർത്തകളും വരുന്നുണ്ട്. അപ്പം നമ്മൾ ആലോചിക്കേണ്ടത്, ഈ വേലി തന്നെ വിളവ് തിന്നുന്ന ഒരു നാടല്ലേ? അതെ. അപ്പോൾ സർക്കാരിൻ്റെ ഭൂമി സംരക്ഷിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. അത് ഒരു തരത്തിലുള്ള കയ്യേറ്റത്തിനും ഉണ്ടാവരുത്. അത് പൊതുസ്വത്താണ്. പൊതുസ്വത്ത് അങ്ങനെ നിൽക്കണം. അത് CPM കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ, കേരളം പലതവണ ഭരിച്ചിട്ടുള്ള പാർട്ടി തന്നെ 55 സെൻറ്റ് കൈവശം വെച്ച്, ഒരു രേഖയുമില്ലാത്ത കൈവശം വെച്ച് അവിടെ ബഹുനില കെട്ടിടം ഉയർത്തി, പാർട്ടി ഓഫീസും ഫ്ലാറ്റുകളും എനിക്കൊന്ന് AKG സെൻറ്ററിന് ചേർന്ന് വേറെ ഭൂമിയിലാണ്, വേറെയാണ് ഫ്ലാറ്റ്, അല്ലേ? അതെ. തൊട്ടടുത്ത് തന്നെ ഫ്ലാറ്റുകളും ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ കഴിയുന്നു. സർവകലാശാലയുടെ ഭൂമി എന്ന് പറയുന്ന വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാനുള്ളതാണ്. സർവകലാശാലയെ രക്ഷിക്കാൻ വേണ്ടി ഗവർണർ സംഘിയായതുകൊണ്ട് സംഘിസം നടപ്പാക്കുന്നു, കാവ്യവൽക്കരണം നടത്തുന്നു, സർവകലാശാല രാഷ്ട്രീയ മുക്തമാക്കണമെന്ന് പറയുന്ന CPMകാരാണ് സിൻഡിക്കേറ്റ് ഇരിക്കുന്ന മുഴുവൻ. സിൻഡിക്കേറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളുടെ പേര് കാണാം. ഇവിടെ പോസ്റ്റർ ഒട്ടിച്ച് നടക്കുന്ന സഖാക്കന്മാരാണ് സിൻഡിക്കേറ്റ് മെമ്പറായിട്ട് വരുന്നത്. അല്ല വിദ്യാഭ്യാസ വിചക്ഷണന്മാരായിട്ടൊന്നുമല്ല, പാർട്ടിയുടെ സഖാക്കളാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് പാർട്ടിക്കാരെ സിൻഡിക്കേറ്റിലെടുക്കാം. എന്നാൽ വൈസ് ചാൻസലർമാരെടുക്കുമ്പോഴത്തേക്ക് ഗവർണർ നിയമിച്ച അത് കാവ്യാവും. അതായത് സർവകലാശാലയിൽ രാഷ്ട്രീയം പാടില്ല. ഏത് രാഷ്ട്രീയം? ഞങ്ങളുടെ രാഷ്ട്രീയം ഒഴികെയുള്ള രാഷ്ട്രീയം പാടില്ല. ഇതാണ് CPM മുന്നോട്ട് വെക്കുന്നത്. പക്ഷെ അങ്ങനെ പറയുന്നവർ സർവകലാശാലയെ, ഉന്നത വിദ്യാഭ്യാസ മേഖലയെ രക്ഷിക്കണമെന്ന് പറയുന്നവർ എന്തുകൊണ്ടാണ് സർവകലാശാലയുടെ 55 സെൻറ്റ് സ്ഥലം CPM കൈവശം വെച്ചിരിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും. കാരണം ഗവർണറെ ചൊറിഞ്ഞ്
ക്ഷമ കെടുത്തി ഗവർണർ ഇതങ്ങോട്ട് എക്സ്പോസ് ചെയ്യാൻ തീരുമാനിച്ചാൽ സഖാവ് പിണറായി വിജയൻ്റെ സർക്കാരും പാർട്ടിയും കുറച്ച് വിഷമിക്കും. അപ്പോൾ സേവ് AKG സെൻറ്റർ എന്ന പേരിൽ SFIക്കാർ പുതിയ സമരം ആരംഭിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.